അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. యాడున్నావో యాడున్నావో గుండె తడవగవానైపో, గుండె తడవగవానైపో. செல்லும் வான்முகில் அஞ்சல் சேர்க்குமோ, அஞ்சும் மாடென தஞ்சம் தேடிடும் நெஞ்சம் മാറുതൽ അടയുമോ. ഈ പാട്ട് കേട്ടിട്ട് പൃഥ്വിരാജ് എന്താന്ന് പറഞ്ഞേ? ഈ ട്രാക്ക് ആയ സമയത്ത് they played it in Jordan and apparently most of them teared up, like കരഞ്ഞു. പെരിയോനെ പാട്ടിന്റെ കവർ സോങ്സ് വരെ അതിഭീകര വൈറലാവുന്നു, കവർ സോങ് പാടിയ ആളുടെ ഇന്റർവ്യൂസ് നടക്കുന്നു. ഇത് എന്ത് സംഭവിച്ചു, എനിക്ക് എന്ത് സംഭവിച്ചു എവിടെയായിരുന്നു? ഞാൻ കുറച്ച് മലയാളം പാട്ട് പാടിയിട്ടുണ്ട്, ബട്ട് മോസ്റ്റ്ലി ആർക്കും അറിയില്ല ഇതാണ് പാടിയ ആളെന്നുള്ളത് അറിയില്ല, ശബ്ദം അറിയാം. ആടുജീവിതം ഇറങ്ങിയ സമയത്തും ഞാൻ നോക്കുമ്പോ കവേഴ്സ് ഒക്കെ വൈറലാവുന്നുണ്ട്, കവർ പാടിയ ആൾക്കാർ വൈറലാവുന്നുണ്ട്. ബ്ലെസി സാർ എന്നെ നേരിട്ട് ഒരിക്കൽ വിളിച്ചു, ഇനി കുറച്ചും കൂടി പെയിൻ എനിക്ക് വേണം, ബിക്കോസ് ഇത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇനി എങ്ങോട്ടെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ്. സോ ഐ നീഡ് ദാറ്റ് പെയിൻ ഇൻ ദാറ്റ്. അണ്ണാറക്കണ്ണ എന്ന് പറഞ്ഞ ആ പാട്ട് പാടിയ ആളാണ്, ആ കുഞ്ഞു വോയിസ് ആണ് ഇരിക്കുന്നത്. അണ്ണാറക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേ പാട്ടുകാരിങ്ങനെ ഒരുമിച്ച് വന്നത്? ഓ മേല ഒരു കണ്ണ് നീതായ മുറപ്പൊണ്ണ്. ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ആടുജീവിതോ കേട്ടപ്പോ ഞാൻ പിന്നെ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കായിരുന്നു, ഈ റഹ്മാൻ സാർ അത് കൂടെ പാടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. Even I asked him, sir പാടുന്നുണ്ടോ 2 ലൈൻ? Then he was like, no, you sing. എന്നിട്ട് ഞാൻ പാട്ട് മ്യൂസിക് വന്ന് പാടി തുടങ്ങി. ഇൻ ബിറ്റ്വീൻ he just came, തിരിച്ചു വന്നു സ്റ്റേജിലേക്ക്. റഹ്മാൻ സർ സോങ് ഐ എം സിംഗിങ് എന്നുള്ള ഒരു ധൈര്യമുണ്ട്. റഹ്മാൻ സാർ ഇങ്ങനെ വന്നപ്പോ പിന്നെ വേറെ ബോധം പോയ അവസ്ഥയാണ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഹീസ് നോട്ട് എൻ ഓവർനൈറ്റ് സ്റ്റാർ, അങ്ങനത്തെ പോലെ അല്ല, ലൈക്ക് ഒരു രാത്രി കൊണ്ട് വൈറലായി അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ പലർക്കും അറിയില്ല, നമ്മുടെ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് പോയൊരു പയ്യനാണ് അവിടെ പോയിട്ട് ഇതെല്ലാം പാടിയേക്കുന്നതെന്നുള്ള അറിയില്ല. കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞള പോലെയുള്ളവാ, അമ്പിളി നാളം പതിയെ മീട്ടും ഒരു തമ്പുരു പോലെ തലോടാ. ദിത്തന ദിത്തന ദിരന ദീം ദിരന ദിത്തന ദിത്തന ദിരന. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ആടുജീവിതം സിനിമയെക്കുറിച്ചുള്ള നായകനെ കുറിച്ചും സംവിധായകനെ കുറിച്ചും അത് അവരെടുത്ത എഫേർട്ടുകളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലെ വളരെ ഗംഭീരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് പെരിയോനെ എന്ന് പറയുന്ന പാട്ട്. പക്ഷെ ഈ പാട്ട് പാടിയ ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ട് പാടിയ ആളെ അതിന്റെ വൈഫിനെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം ജിതിൻ രാജ് ആൻഡ് പൂർണ്ണശ്രീ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ദ ഷാർക്ക് ബിസ്ട്രോ കഫേയിലാണ്, കാക്കനാട്. അപ്പൊ ഞാൻ കുറച്ച് വളരെ ചില്ലായിരുന്ന കുറച്ച് പാട്ടുകൾ കേൾക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം എന്നൊക്കെ ഉള്ളതാണ്. റെഡി അല്ലേ? നമുക്ക് പാട്ട് പാടി തന്നെ തുടങ്ങാമല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തി തുടിച്ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ
ആക്ച്വലി അതെ അതെ നമ്മളായിരിക്കണം ഏറ്റവും നല്ല ചിയർ ലീഡർ അല്ലേ. ആക്ച്വലി ജിത്തിനെ ഈ പെരിയോനെ പാട്ടിന്റെ കവർ സോങ്സ് വരെ അതിഭീകര വൈറലാവുന്നു, കവർ സോങ് പാടിയ ആളുടെ ഇന്റർവ്യൂസ് നടക്കുന്നു. ഇത് എന്ത് സംഭവിച്ചു, എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴും എവിടെയായിരുന്നു, എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചായിരുന്നോ? ഇല്ല, ഐ തിങ്ക് ഞാൻ കൂടുതൽ ചെന്നൈയാണ്. ഞാൻ നാട്ടിലായിട്ട് അത്ര കണക്റ്റഡ് അല്ല. എസ്പെഷ്യലി ആഫ്റ്റർ ഞാൻ ഒരു ഇന്ത്യൻ വോയിസ് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഞാൻ ചെന്നൈയിലായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് മലയാളം പാട്ട് പാടിയിട്ടുണ്ട്, ബട്ട് മോസ്റ്റ്ലി ആർക്കും അറിയില്ല. ലൈക്ക് ഇതാണ് പാടിയ ആളെന്നുള്ളത് അറിയില്ല, ശബ്ദം അറിയാം. അതെ, പക്ഷെ പൂർണ്ണശ്രീയുടെ കാര്യം നേരെ തിരിച്ചാ. മലയാളികൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. കുഞ്ഞു ഭാവിയായിരുന്നപ്പോ തൊട്ടേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതെ, പൂർണ്ണശ്രീ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എന്താണ്, എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് പാട്ട് പാടിയ ആളെ? അയ്യോ, എനിക്ക് ആടുജീവിതത്തില് പാട്ട് പാടിയപ്പോ ഇതിന് മുമ്പേ തൊട്ട് ഞാൻ എനിക്ക് തന്നെ മറ്റേ ഈ മേരി ആവാസ് എന്നുള്ള പാട്ടൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഇപ്പൊ ഇവിടെ നാട്ടില് എനിക്ക് തോന്നുന്നു ജിതിനേട്ടൻ മാത്രല്ല, ഇവിടെ നിന്ന് പോയിട്ടുള്ള കുറെ സിംഗേഴ്സിനൊന്നും നമ്മുടെ മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ല. പക്ഷെ അവര് ചെന്നൈയില് തമിഴ്നാട്ടില് ഭയങ്കര പോപ്പുലർ ആണ്. അപ്പം ആടുജീവിതം ഇറങ്ങിയ സമയത്തും ഞാൻ നോക്കുമ്പോ കവേഴ്സ് ഒക്കെ വൈറലാവുന്നുണ്ട്, കവർ പാടിയ ആൾക്കാർ വൈറലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലും മറ്റേ FM ഓൺലൈൻ മീഡിയ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്, ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയായിരുന്നു പാട്ട് വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. അപ്പൊ നമ്മൾ നാട്ടിൽ വന്നിട്ട് ബാക്കി പരിപാടികൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ആടുജീവിതത്തിന്റെ ഒരു സ്ട്രെയിനും ആ ഒരു സ്ട്രെസ്സും ഒക്കെ ജിതിനും എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഈ ഒരു എനിവേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ആടുജീവിതം എന്നുള്ള ബുക്കിനെ പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ അറിയാം. അല്ല, ഞാനും ഈക്വലി ക്യൂരിയസ് ആയിരുന്നു, പക്ഷെ ഞാൻ തീരെ വായിക്കാത്ത ഒരാളാണ്. ബുക്ക് വായിക്കാനൊന്നും ഇറ്റ്സ് നോട്ട് ഈവൻ റിലേറ്റഡ് ടു മീ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വായിച്ച് തീർത്ത ബുക്ക് ആടുജീവിതമാണ്. സോ ഡെഫിനറ്റ്ലി എൻ്റെ ഫ്രണ്ട്സ് വഴി ഞാൻ ഈ കഥയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പടം ഈ ബുക്ക് ഒരു പടമാവാൻ പോകുന്നു, ഒരു സിനിമയാവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് ഈവൻ മോർ ക്യൂരിയസ് അതിൻ്റെ വിഷ്വൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിനുശേഷം ഈ ഇതിലൊരു പാട്ട് പാടാനൊരു ചാൻസ് കിട്ടണു. ഞാൻ ട്രാക്കാണ് ആദ്യം പാടിയത്. സോ വൈ നോട്ട്, ഇത് നമ്മുടെ വോയിസിൽ വന്നാൽ ഒരുപാട് നന്നായിരിക്കും എന്നുള്ള. ഏന്നാ എന്താന്ന് വെച്ചാൽ ഒരു 15-16 ഇയേഴ്സ് ആയിട്ട് ബ്ലെസ്സി സാറിൻ്റെ ഒരു ഡ്രീമാണ്. ആൻഡ് അത്രയും ആൾക്കാർ അതിൽ ഡെഡിക്കേറ്റഡ് ആണ്. സോ ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ്, ഒരു ടീമിൻ്റെ കൂടെ റഹ്മാൻ സാർ ഓൾസോ ജോയിൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റുക വെച്ചാൽ ഇറ്റ്സ് സംതിങ് ഹിസ്റ്റോറിക്, യുനോ. നമ്മളുടെ കരിയറിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മേജർ വർക്ക് ആയിരിക്കും. സോ അതിൻ്റെ സ്ട്രെസ് എന്നല്ല, ഐ എൻജോയ്ഡ് ആക്ച്വലി. ഐ ഹാഡ് ഫുൾ ഫ്രീഡം. ട്യൂൺ എൻ്റെ കയ്യിൽ സാർ പാടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ലിറിക് ഉണ്ടായിരുന്നു റഫീഖ് അഹമ്മദ് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ലിറിക്സ്. സോ അത് എൻ്റെ ഒരു രീതിയിൽ ഹൗ മച്ച് എവർ ഐ ക്യാൻ ഇമോട്ട് ഞാൻ ഇമോട്ട് ചെയ്തു. ദെൻ ലേറ്റർ ഓൺ ബ്ലെസ്സി സാർ എന്നെ നേരിട്ട് ഒരിക്കൽ വിളിച്ചു. ആൻഡ് ഹീ സെഡ് ഐ ലൈക്ക് ദ വേ യു സാങ്. ഇപ്പോൾ കുറച്ച് മ്യൂസിക്കൽ ആയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി പെയിൻ എനിക്ക് വേണം. ബിക്കോസ് ഇത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളാണ്, ലൈക്ക് ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി ഒരു വഴിയില്ല, ഇനി എങ്ങോട്ടെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ്. സോ ഐ നീഡ് ദാറ്റ് പെയിൻ ഇൻ ദാറ്റ്. സോ അത് അഗെയിൻ കുറച്ചുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി പാടാൻ ശ്രമിച്ചു. ആ ഒരു റിഫൈൻഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വൈറലായിക്കൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പൂർണ്ണശ്രീയെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഈ ഒരു ഞങ്ങളുടെ ഈ ആടുജീവിതം അണ്ണാറക്കണ്ണ എന്ന് പറഞ്ഞുള്ള ആ പാട്ട് പാടിയ ആളാണ്, ആ കുഞ്ഞു വോയിസ് ആണ് ഇരിക്കുന്നത്. അതിന് എത്ര വർഷമായത്? 15 വർഷം പഠിച്ചു വർഷം ഓർമ്മയില്ല. ആ പാട്ട് ഇപ്പം പാടി എങ്ങനെ ഇരിക്കും, ഒന്ന് പാടാമോ? എന്നാലും ഒരു ആഗ്രഹം കൊണ്ട് ആ ചെറിയ വോയിസിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയാൻ. ചെറിയ വോയിസിലേക്ക് എന്തായാലും എത്താൻ പറ്റില്ല. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനി താത്ത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേ പാട്ടുകാരെങ്ങനെ ഒരുമിച്ച് വന്നത് കണ്ടുപിടിച്ചതാണോ അതോ? കണ്ടുപിടിച്ചതാണ്. പിന്നെ യാദൃശ്ചികമായി വി ന്യൂ ഈച്ച് അതർ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി, ദെൻ സംസാരിച്ച് തുടങ്ങി, ദെൻ വി മെറ്റ്.
then on and off we were in touch. Then later on again we were in touch. അതൊരു എന്താ പറയാ, അങ്ങനെ നമ്മൾ last we ended up in this decision and yeah, one of the best decisions. ഓ എന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. I try to be very spontaneous when I talk. ഞാൻ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. But yeah, like ഒരു series of good events been happening and ഒരുപാട് like you know there are a lot of changes in life. So എനിക്ക് തോന്നുന്നു ഇപ്പൊ അണ്ണാറക്കണ്ണ ഇത് ആകെ ഒരു കോമൺ തന്നെ ബ്ലെസ്സി സാറിന് തന്നെ ഭ്രമരവും ആടുജീവിതവും എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു ആ സമയത്ത്. സത്യം ഇതും ഭയങ്കര ശരിയാണ്. ടേണിംഗ് പോയിന്റ്. ഈ ആടുജീവിതത്തിന്റെ ആ ഒരു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൂർണ്ണശ്രീ വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടോ? നമ്മള് എന്താ ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തോ ഇങ്ങനെ പ്രോജക്ട്സ് ഇപ്പൊ ഇനി ഏതാ വരാന്ന് ചോദിച്ചപ്പോ ഭയങ്കര നോർമലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ആടുജീവിതോ നമ്മൾ ആടുജീവിതം തന്നെ ഭയങ്കര ഇപ്പം ഇതൊക്കെ അറിയണതിന് മുമ്പേ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇത് കേട്ടപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമായിരുന്നു ഇത് കൺഫേം ആണോ, പക്ഷെ ആള് ഭയങ്കര കാമാണ്. അത് പുറത്ത് കാണിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനായിരുന്നെങ്കിൽ എനിക്കൊരു വെപ്രാളവും എന്തൊക്കെയോ ഉണ്ടാവുമായിരുന്നു ഇതിങ്ങനെ ഫൈനലായിരിക്കുമെന്ന്. പക്ഷെ ഈ വ്യക്തിയിൽ നിന്ന് ഞാനൊരു ഒരു തരത്തിലുള്ള ഒരു ഇങ്ങനെ ഇതെന്താ ഇത് വരുമോ, എൻ്റെ വോയിസ് ആയിരിക്കും എന്നുള്ള ഒരു ടെൻഷനും ഇതൊന്നും ഞാൻ പുറത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനപ്പം കുറേയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്വാളിറ്റി. അത് ഭയങ്കര നല്ലത്, അങ്ങനെ ആ വെപ്രാളം ഇല്ലാത്തത്. അങ്ങനെ വരാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ. ഞാൻ പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഇത് ഇടയ്ക്കൊന്നും ചോദിക്കായിരുന്നില്ലേ ഇത് ഫൈനലായോ, അതോ ഇനി വേറെ ആരെങ്കിലും വന്ന് പാടിയോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ അടുത്ത മ്യൂസിക് ലോഞ്ചിന്റെ അതിന് ഓഡിയോ ലോഞ്ചിന്റെ സമയത്താണ് പിന്നെ ഇത് ഫൈനലായി. ഇല്ല ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഓൺ ആൻഡ് ഓഫ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് ലൈക്ക് 2-3 years മുന്നേ പാടി വെച്ചതാ ട്രാക്ക്. സോ ഓൺ ആൻഡ് ഓഫ് ഐ യൂസ് ടു ആസ്ക്. അവിടെ പോകാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചുമ്മാ ചോദിക്കും എന്തായി എനി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ല ടേക്ക്. ആക്ച്വലി ഐ റിമെമ്പർ 2 കൊല്ലം മുന്നേ ദേ വർ പ്ലാനിങ് ടു ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ലൈക്ക് ഐ ലെഫ്റ്റ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ബി. ഇനി നമ്മളുടെ ശബ്ദത്തിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ഇൻ മൈ വോയിസ്. സോ പിന്നെ ബ്ലെസ്സി സാറും പറയുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ വിൽ സി എന്നുള്ള രീതിയിൽ. സോ ഐ ഡോണ്ട് നോ, ഞാനത് അങ്ങനെ അധികം അതിന് ക്യൂരിയോസിറ്റി വാസ് ദെയർ ഡെഫിനറ്റ്ലി. അധികം എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എന്താ നിരാശയിലേക്ക് കൊണ്ട് ചെല്ലണ്ടെന്നുള്ള രീതിയിലായതുകൊണ്ട് ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് ദെയർ. അത് അവിടെ അങ്ങനെ വെച്ചു, വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ. ഈ പാട്ട് കേട്ടിട്ട് പൃഥ്വിരാജ് എന്താന്ന് പറഞ്ഞേ? എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഈ ട്യൂൺസ് ഓഫ് ഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു യൂട്യൂബ് ഒരു വീഡിയോ ഉണ്ട്. സോ അതിൽ ഹി ഹാഡ് മെൻഷൻഡ് ഈ ട്രാക്ക് ആയ സമയത്ത് ദേ പ്ലേഡ് ഇറ്റ് ഇൻ ജോർഡൻ. അവർ ജോർഡനിൽ ഉള്ള സമയത്ത് ആൻഡ് അപ്പാരന്റ്ലി മോസ്റ്റ് ഓഫ് ദം ടിയർഡ് അപ്പ്, ലൈക്ക് കരഞ്ഞു എന്നുള്ള ഒരു ഇത്. സോ ദാറ്റ് ഇസ് ഐ ഫീൽ അത് നമ്മൾ ആസ് എ സിംഗർ യുനോ ഒരു ചെറിയൊരു വിജയമാണ് അത് നമ്മളുടെ. ബിക്കോസ് നമ്മൾ ആ ഇമോട്ട് ചെയ്തത് വാട്ട് എവർ യു ഹവ് ട്രൈ ടു കൺവേ അത് ആൾക്കാരിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. സോ അത് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഈവൻ നൗ എനിക്ക് കിട്ടുന്ന മോസ്റ്റ് ഓഫ് ദ മെസ്സേജ് എന്ന് പറയുന്നതും ലൈക്ക് ഇങ്ങനെയാണ്, ലൈക്ക് ദ ഫീൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫീൽ ബേസിക്കലി. സോ അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഈ പാട്ടിന് മുൻപ് കരഞ്ഞായിരുന്നോ? അങ്ങനെ അങ്ങനത്തെ ഒരു വോയിസ് ഒക്കെ അല്ലേ? ഇല്ല, ജനറലി സി ഞാൻ ആസ് എ സിംഗർ വെൻ ഇറ്റ് കംസ് ടു ഇമോട്ടിങ് ഫോർ എ സോങ് എൻ്റേതായത് മാക്സിമം കൊടുക്കാൻ നോക്കും. ബട്ട് യുനോ കമ്പോസേഴ്സ് മാറുമ്പോൾ ദേ ഹാവ് എ ടേസ്റ്റ് ഓഫ് ഹൗ യു ഷുഡ് ഫീൽ ദ സോങ് എന്നുള്ളത്. ബട്ട് ഇവിടെ ഐ ഹാഡ് ടോട്ടൽ ഫ്രീഡം. സോ ഐ കുഡ് ലൈക്ക് ഇപ്പം ഞാൻ ഇഫ് ഐ ആം നജീബ് ഹൗ ആം ഐ ഗോണ സിംഗ് ഇറ്റ്? പാട്ടും ആവണം, അറ്റ് ദ സെയിം ടൈം ദ ഫീൽ ഷുഡ് ബി ദെയർ, ഇറ്റ് ഷുഡ് ബി ക്രൈ. So but it shouldn't be musical also. ഭയങ്കര അത് ഭയങ്കര ഇൻട്രിക്കസീസിനൊന്നും ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര മ്യൂസിക്കലായി പോകും. സോ ഇറ്റ് ഹാസ് ടു ബി എ ക്രൈ ഓൾസോ സോങ് ഓൾസോ കുറച്ച് മ്യൂസിക്കലോ ആയിരിക്കണം എന്നുള്ളപ്പോൾ അത് പറ്റുന്ന രീതിയിൽ ഐ ട്രൈഡ് ഇറ്റ് ആൻഡ് അത് വർക്ക്ഔട്ട് ആയി തോന്നുന്നു. തീർച്ചയായിട്ടും. ഈ പാട്ട് ആദ്യം കേട്ടപ്പോഴത്തേക്ക് പൂർണ്ണശ്രീയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എനിക്കിത് ഫൈനലൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള എനിക്ക് തോന്നുന്നു ഫൈനൽ കേട്ടത് ഓഡിയോ ലോഞ്ചിന്റെ സമയത്താ. ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് നമുക്ക് ട്രാക്ക് കിട്ടിയപ്പോഴാണ് കേൾക്കുന്നത് ഫുൾ സോങ്. അപ്പോഴാണ് ഞാൻ ആ ഒരു ദിവസം ഇങ്ങനെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ എന്താ പറയാ ഞാനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ട. അപ്പൊ
ഐ എം പ്രൗഡ് ഓഫ് യു മിസ്റ്റർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. ആണോ? ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ റഹ്മാൻ സാർ അത് കൂടെ പാടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ ഓഡിയോ ലോഞ്ചിന്? ഇല്ല, ആക്ച്വലി ആദ്യം കിട്ടിയ ഇൻഫോ എന്താന്ന് വെച്ചാൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് he'll be singing that പെരിയോനെ റഹ്മാനെ എന്നുള്ള ഹുക്ക്. സോ ഐ മൈറ്റ് ഹാവ് ടു ബാക്ക് ഹിം, കൂടെ പാടുന്ന പോലെ ഒന്ന് ലൈക്ക് ബാക്ക് ചെയ്യുന്ന പോലെ പാടണം എന്നായിരുന്നു. പിന്നെ I asked him, നമ്മളെ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ both of us were there on stage and I was asking him ഇങ്ങനെ സർ പാടുന്നുണ്ടോ 2 ലൈൻ. then he was like no you sing എന്നിട്ട് ഞാൻ പാട്ട് മ്യൂസിക് വന്ന് പാടി തുടങ്ങി. ഇൻ ബിറ്റ്വീൻ he just came, തിരിച്ചു വന്നു സ്റ്റേജിലേക്ക്. and I was like okay. ഞാൻ എന്താ പറയാ, ഇങ്ങനെ ഒരു സ്റ്റേജ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല സാറിന്റെ കൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ നിന്നിട്ടാണെങ്കിലും ശരി, സംസാരിക്കുകയാണെങ്കിലും ശരി. സോ വന്നതിന് ശേഷം ദ ഹോൾ എനർജി വാസ് ചേഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജനറലി ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടാവും പാട്ട് പാടാൻ സമയത്ത്. ലൈക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ മുന്നിൽ ലാലേട്ടനും എല്ലാവരും ഫുൾ സ്റ്റാർസ് ആണ് മുന്നിൽ. സോ ആ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇതൊരു റഹ്മാൻ സർ സോങ് ഐ എം സിംഗിങ് എന്നുള്ള ഒരു ധൈര്യമുണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഹി കെയിം and started singing along. That was something else. ഇത് കാണാൻ അവിടെ ഉണ്ടായിരുന്നോ? നമ്മള് ഫുൾ ഫാമിലി ആയിട്ടാ പോയത്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ട് കരച്ചിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? കരച്ചിൽ വന്നില്ല, പക്ഷെ ഏതോ ഒരു ലോകത്തായിരുന്നു എന്ന് പോലെ തോന്നി. ഞാൻ ഫുൾ മറ്റേ വീഡിയോ എടുക്കണം, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് പിന്നെ പറഞ്ഞ റഹ്മാൻ സാർ ഇങ്ങനെ വന്നപ്പോ പിന്നെ വേറെ ബോധം പോയ അവസ്ഥയാണ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും അയ്യോ. പിന്നെ ഫുൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നല്ല രസമായിരുന്നു. ആ ഒരു നമുക്ക് കണ്ണിന് ഭയങ്കര രസമായിരുന്നു അവിടെ ദൂരെ ഇങ്ങനെ കാണാൻ. ഇത്രയും വർഷമായിട്ടുള്ള മ്യൂസിക്കൽ കരിയർ ഇപ്പോഴാണോ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു റെക്കഗ്നിഷൻ വന്നത് ഇപ്പോഴാണ് ജിതിന് തോന്നുന്നുണ്ടോ? No, I'm happy with it. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. 2014 I started തുടങ്ങിയത് അന്നാണ്. അന്ന് തൊട്ടേ ലൈക്ക് ആദ്യം തൊട്ടേ നമുക്ക് ഇപ്പോൾ തുടങ്ങുമ്പോഴേ നമുക്ക് പറ്റുമോ ലൈക്ക് ഒരു ഫിലിം മ്യൂസിക് സിംഗിങ് എന്നുള്ളത് നമ്മളൊരു കാലിബർ അത്രയ്ക്ക് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ബട്ട് സംഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ്. ഐ ഷുഡ് താങ്ക് ഇമാൻ സർ ഫസ്റ്റ് ഓഫ് ഓൾ. ഇത്രയും പാട്ടുകൾ എനിക്ക് തന്നതിന് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്, ആ ഇനീഷ്യൽ പുഷ്. ദെൻ ശ്രീനി സാർ വഴിയാണ് റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഒരു ചാൻസ് കിട്ടുന്നത് പാടാൻ. സോ ഐ ഷുഡ് താങ്ക് ഹിം ഓൾസോ. പിന്നെ അങ്ങനെ ഈ ഒരു ഡിസേർവിങ് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇറ്റ്സ് ബീൻ എ വെരി സ്ലോ പ്രോസസ്. ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. തിരിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഫൺ, അത്രേ ഉള്ളൂ. കുറെ ഒരു 10 കൊല്ലം. സോ ഐ ജസ്റ്റ് വെന്റ് ഓഫ് ലൈക്ക് ദാറ്റ്. പൂർണ്ണശ്രീ ആ ഒരു മ്യൂസിക്കൽ കരിയർ ഒക്കെ കുറച്ചൊന്ന് സൈഡിൽ വെച്ചിട്ട് പ്രൊഫഷണൽ കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തോ? എനിക്ക് തോന്നുന്നു ഏതോ ഒരു അറ്റ് സം പോയിന്റ് ഞാൻ കൂടുതൽ പഠിത്തത്തിലേക്ക് ഇങ്ങനെ ഇതായി. പിന്നെ രണ്ടും കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ പ്ലേസ്മെന്റ്, പിന്നെ ജോലിയായി. പിന്നെ അതിങ്ങനെ കുറച്ചിങ്ങനെ ഇതായി വന്നു. പക്ഷെ ആകെ കൺസിസ്റ്റന്റ് ആയിട്ട് പോയത് പാട്ട് പഠിക്കുന്നതാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സാറിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കർണാട്ടിക് എങ്ങനെയെങ്കിലും ഒന്ന് കൂടെ നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ക്ലാസ്സസ് കൺസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ലൈക്ക് കവേഴ്സ് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫിലിം മ്യൂസിക് ഇങ്ങനെയുള്ള ചില ആൾക്കാരെ പോലുള്ള ധൈര്യം അതിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ആ ഒരു ലക്ക് അങ്ങനത്തെ എല്ലാം ഇത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് മ്യൂസിക് ലെറ്റ് ഇറ്റ് ബി എ പാർട്ട് ഓഫ് മൈ ലൈഫ്. പക്ഷെ എനിക്കൊരു സ്റ്റേബിൾ ഇൻകം വേണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ജോലി ചെയ്തത്. പക്ഷെ ഞാൻ രണ്ടും കൊണ്ടുപോകാൻ മാക്സിമം 50-50 ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ജോലി ഇങ്ങനെ പോകുന്നു പാട്ടിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു പുഷ് ഫ്രം ഹിം ഉണ്ട്. കാരണം മറ്റേത് അമ്മയുടെ ചീത്ത മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. കാരണം അമ്മ മ്യൂസിക് ടീച്ചറാണ്. ഇപ്പൊ രണ്ടുപേരുടെ ചീത്ത ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഞാൻ എഫേർട്ട് ഇടുന്നില്ല എന്നൊക്കെ ഉള്ള പോലെ. ഞാൻ എപ്പോഴും എനിക്ക് അറിയാവുന്ന ക്ലോസ് ആൾക്കാർക്ക് പറയും ലൈക്ക് ഹീസ് നോട്ട് എൻ ഓവർനൈറ്റ് സ്റ്റാർ. അങ്ങനത്തെ പോലെ അല്ല, ലൈക്ക് ഒരു രാത്രി കൊണ്ട് വൈറലായി അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. ലൈക്ക് ഹിസ് ബോഡി ഓഫ് വർക്ക് എന്ന് പറയുന്നത് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ പലർക്കും അറിയില്ല. നമ്മുടെ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് പോയൊരു പയ്യനാണ് അവിടെ പോയിട്ട് ഇതെല്ലാം പാടിയേക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട് കുറച്ചും കൂടി പ്രൊമോഷൻ ചെയ്യണം. പക്ഷെ ആള് ഭയങ്കര എനിക്ക് അറിഞ്ഞൂടാ. അത് ശരി അല്ല, ഇതൊക്കെ നടക്കണം കേട്ടോ. PR-ന്റെ കാലമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് PR ഞാൻ ചെയ്തുതരാം. അതിപ്പോ തകൃതിയായിട്ട് നടക്കുന്നത്. അല്ല, ഈ റഫീഖ് അഹമ്മദ് സാർ ഈ ലിറിക്സ് ഒക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വായിച്ചു നോക്കി ഇത് എങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ള ആ ഒരു ഡിലേമയോ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻസോ ഒക്കെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നോ?
ഇല്ല, സാറായിട്ടും കോൺസ്റ്റന്റ് ടച്ചിലുണ്ടായിരുന്നു. സോ ഈസ് ഓൾസോ വെരി ചിൽ. നമ്മളിപ്പോൾ ചോദിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വേർഡ് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ഹീൽ റൈറ്റ് അവേ എന്തെങ്കിലും വേർഡ്സ് മാറും. അതൊക്കെ നത്തിങ്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. നമ്മൾ പാട്ട് പാടുന്ന വെച്ച് there was nothing at all. Only that we had to refine it again and again and again. That's it. ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ. ആൻഡ് ഇപ്പൊ ഈ ഒരു ടീമിന്റെ എനിക്ക് പറയാൻ പറ്റുക ലൈക്ക് ഡെഡിക്കേഷൻ എന്ന് പറയില്ലേ, നമ്മളത് ഫീൽ ചെയ്തിട്ടില്ല. how the physical transformation that Prithviraj sir has gone through. ഇപ്പോൾ അവര് ജോർഡനിൽ they got stuck. എന്നോട് ആ കഥയൊക്കെ ബ്ലസ്സി സാർ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഷൂട്ടിംഗ് there is a struggle. ബിക്കോസ് മരുഭൂമി ആയതുകൊണ്ട് ഇപ്പൊ കണ്ടിന്യൂറ്റി ഭയങ്കര പ്രശ്നമാണ്. ബിക്കോസ് ഒരു ദിവസം അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ഥലം അതുപോലെ ഇരിക്കില്ല. ബിക്കോസ് ഈ സാൻഡ്സ്റ്റോമെല്ലാം വന്നിട്ട് ഹോൾ ഷേപ്പ് തന്നെ മാറിപ്പോവും. സോ കണ്ടിന്യൂറ്റി വാസ് എ ബിഗ് ഇഷ്യൂ അവിടെ. സോ അത് എൻ്റെ അടുത്ത് അന്ന് ഒരിക്കലും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെഡിക്കേഷൻ ഇസ് എ മേജർ തിങ്. സോ അത് എന്താ പറയാ, അത്രയും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ കൂടെ അങ്ങ് പോകാനേ തോന്നുള്ളൂ. ലെറ്റ് ഇറ്റ് ബി. സോ യു ആർ പാർട്ട് ഓഫ് ലൈക്ക് എ ഹ്യൂജ് പ്രോജക്ട്. ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ 100%. അല്ല, എല്ലാവരുമായിട്ട് ഇൻ ടച്ച് ഉള്ള ഒരാളല്ലേ. അപ്പൊ ഇവര് പറഞ്ഞു തന്നിട്ടുള്ള ആടുജീവിതത്തെ കുറിച്ച് കേട്ട ആ ഒരു ഭയങ്കരമായ ഒരു കഥ എന്താണ്? ത്രൂ ഔട്ട് ദി ഷൂട്ടിംഗ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ലേ? എന്തായാലും ബ്ലസ്സി സാർ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാകും. മേജർ ആയിട്ട് പറഞ്ഞത് അവർ ഈ ലോക്ക്ഡൌൺ ഓൾമോസ്റ്റ് 60 days they were stuck there. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വിഷയമാണ് ആക്ച്വലി മെയിൻ ആയിട്ട്. കാരണം അവർക്ക് ഈ ഇപ്പൊ നമ്മളൊരു ലൊക്കേഷൻ 10 ദിവസം ഒരു ലൊക്കേഷനിൽ ഇവിടെ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ ഉണ്ടാവും 10 ദിവസം. ഇതിപ്പോ ലൈക്ക് കംപ്ലീറ്റ്ലി ഡെസേർട്ടാണ്. സോ ഒരു കാറ്റ് വന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ ആ തലേ ദിവസത്തെ അതേ ഷേപ്പ് ആയിരിക്കില്ല ആ സ്ഥലത്തിന്. വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. സോ ദാറ്റ് വാസ് ദ മേജർ സ്ട്രഗിൾ അവർക്ക്. കാരണം ആ ഒരു പശ്ചാത്തലം കണ്ടുപിടിക്കണം പിന്നെ അഗെയിൻ ടു ഷൂട്ട്. ആൻഡ് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാനും പറ്റില്ല അവർക്ക്. ദേ ക്യാൻ ഓൺലി ഷൂട്ട് ലൈക്ക് ഹാഫ് എ ഡേ. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് അതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞു. പിന്നെ കൊറോണ വന്നു ഇൻ ബിറ്റ്വീൻ. സോ അതൊക്കെയാണ് മേജർ ആയിട്ട് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഈ മ്യൂസീഷ്യൻസ് ഒക്കെ ഇങ്ങനെ ചില സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവും, ചില സമയത്ത് അവർക്ക് അവരുടേതായത് ട്യൂൺ കിട്ടണമെങ്കിലൊക്കെ ഇങ്ങനെ മുറിയുടെ അകത്ത് അടച്ചിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ലൈക്ക് ടൈം സ്പെൻഡ് ചെയ്യില്ലെന്നല്ല, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ പോവാൻ പേടിയാവും. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് നോക്കുമ്പോൾ മന മുഴുകിയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഞാനിടയ്ക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇതാണല്ലേ ആൾക്കാർ പറയുന്ന ആ ഒരു അവസ്ഥ എന്നുള്ളത്. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യും. പക്ഷെ എപ്പോഴും ചെയ്യുന്ന ഞാൻ പറയില്ല, ചില സമയത്ത് ഭയങ്കര മടിയാണ്. അതിലേക്ക് വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് തീരുന്ന വരെ അതിലേക്ക് ഇച്ചിരി മുഴുകിയിരിക്കുന്ന ടൈപ്പ്. ബേസിക്കലി നമ്മളിപ്പോ പാടി വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാടി വെച്ച സംഭവത്തിൽ എന്തെങ്കിലും കറക്റ്റ് ആണോ ഒന്ന് കേട്ടിങ്ങനെ ഫുൾ കേട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്വന്തം പാടിയത് കുറെ ഇങ്ങനെ കേൾക്കുന്ന ഞാൻ കാണാറുണ്ട്. ഇടയ്ക്ക് ഞാൻ കളിയാക്കിങ്ങനെ പാടിയത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് ലൈക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഈ പെരിയോനെ സോഫാർ എത്ര തവണ സ്വയം കേട്ടിട്ടുണ്ട്? ഞാൻ തന്നെ പ്ലേ ചെയ്തിട്ട് ചിലപ്പോ കുറെ കേട്ടിട്ടുണ്ടാവും. കുറച്ച് അത്യാവശ്യം കേട്ടിട്ടുണ്ട്. ലൈക്ക് 5 ലാംഗ്വേജ് ഉണ്ടല്ലോ. സോ ലൈക്ക് ദാറ്റ് 100 തവണ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതല്ല, അപ്പൊ എവിടെയെങ്കിലും എനിക്കൊന്ന് ഒന്നുകൂടെ അങ്ങ് മെച്ചപ്പെടുത്തായിരുന്നു എന്ന് തോന്നിയായിരുന്നോ? ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആണോ? മലയാളം അല്ല, അതർ ലാംഗ്വേജ്. മേ ബി അതേതാണ്? അത് ഐ തിങ്ക് തെലുഗു. ജിത്തിന് സ്വയം ഒരു ബ്രേക്ക് കിട്ടിയെന്ന് ജിത്തിന് തോന്നിയിട്ടുള്ള പാട്ട് ഏതായിരുന്നു? ഇതിന് മുന്നേ ആണോ? ഇതിന് മുൻപ്. ആണെങ്കിൽ ഐ തിങ്ക് ഇമാൻ സാറിന്റെ പാട്ടാണ്. ഓ മേലെ ഒരു കണ്ണെന്നൊരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടും. ഓ മേലെ ഒരു കണ്ണ് നീതായ ഒരു പൊണ്ണ് உன்னோட இவ ஒண்ணு ஒன்ன மறந்தா வெறும் மண்ணு இருக்கிற ஒன்னால பறக்குற தன்னால கிறங்குற நொறுங்குற பாரு நாவோ மாப்பிள்ள. This is that song, particular song. So yeah, മേജർ ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് തമിഴില്. ഈ ജിത്തിന് എപ്പോഴെങ്കിലും നമ്മുടെ ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ നമ്മളും കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഇതല്ല വേണ്ടത്, നമുക്ക് തിരിച്ച് ഇതുപോലെ ഒരു പ്രൊഫഷണൽ കരിയർ എടുക്കാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അറ്റ് ടൈംസ് there been, when it comes to ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ തന്നെ it's on and off, it's on and off. So at times my parents വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ why don't you try something parallelly.
ഒരു ജോബ് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ. സോ ഞാനങ്ങനെ ചിന്തിക്കാണ്ടില്ല, പക്ഷെ അതിന് എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അതിന് ലൈക്ക് ഇത് തന്നെ അങ്ങനെ പോട്ടെ, വേറെ ഒന്നും കണ്ടില്ല മുന്നിൽ, പിക്ചർ ഒന്നും കിട്ടിയില്ല. പാർട്ട്ണർ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ? അല്ല കൂടെ എന്തെങ്കിലും ചെയ്യാമോ? ഒരിക്കലില്ല, കാരണം അത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അറിയാലോ. ലൈക്ക് രണ്ടും മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ലൈക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് അതിൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് അത്ര എക്സെപ്ഷണൽ ആൾക്കാരായിരിക്കണം, അത്രയും എഫേർട്ട് രണ്ടിലും ഒരുപോലെ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പം ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്യില്ല, കാരണം ഹീസ് ഡൂയിങ് വെൽ ഇൻ ദാറ്റ് ഫീൽഡ്. അപ്പോൾ ഇനി പിന്നെ എന്തിനാ വേറെ ഇത് ചെയ്യുന്നതെന്നുള്ള പോലെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും അങ്ങനെ, അത് നല്ലൊരു കാര്യമല്ലേ ഒരു ഇതിൽ ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് അപ്പൊ പറഞ്ഞു വരുന്നത്. ഓപ്ഷൻ വേണ്ട, എന്തിനാണ് ഞാനിങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ അതങ്ങനെ പോട്ടെ. ജിതിന്റെ ഒരു ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? ആരൊക്കെയാണ് വൈഫ് കഴിഞ്ഞാൽ മറ്റു വീട്ടിലുള്ള ആൾക്കാർ? വീട്ടിലുള്ള ആൾക്കാര് അച്ഛൻ, അമ്മ ഉണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ്, ദെൻ അവർക്കൊരു മകനുണ്ട് ആര്യൻ. ഇപ്പോ ഇവളുടെ സൈഡാണെങ്കിൽ ഷീ ഹാസ് എ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ ശ്രീലക്ഷ്മി. ദെൻ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് ശൈലേഷ്. പിന്നെ അച്ഛൻ, അമ്മ മ്യൂസിക് ടീച്ചറാണ്. സോ നമ്മൾ മൂന്നുപേരാണ് ഒരു ഗ്യാങ്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഡിസ്കഷൻസ് വരുന്നത് ഞങ്ങൾ മൂന്നുപേരുടെ ഇടയിലാണ്. അല്ലെ, നമ്മള് ചെന്നൈയിലേക്ക് സെറ്റിൽ ആകാം എന്ന് തീരുമാനിച്ച എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളും? ഞാൻ ഫുള്ളി ലൈക്ക് ഒരു 8-9 കൊല്ലമായിട്ട് ചെന്നൈ തന്നെയാണ്. ചെന്നൈ പയ്യനാണ്. അതെ, കംപ്ലീറ്റ്ലി. സെന്തമിഴൊക്കെയാണോ അപ്പൊ? സെന്തമിഴൊന്നുമില്ല, സെന്തമിഴൊക്കെ അറിയാം. പക്ഷേ തമിഴ് ഭയങ്കര രസാ. ഞാൻ തന്നെ ഇടയ്ക്ക് അല്ല, പാടുമ്പോ അങ്ങനെ മലയാളം വരില്ല, പക്ഷെ സംസാരിക്കുമ്പോ നല്ല മലയാളം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അത് വരും. ആണല്ലേ? ഈ 9 വർഷം കൊണ്ട് തമിഴ് അങ്ങനെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തോ? ഇൻഫ്ലുവൻസ് അത്യാവശ്യം വരും നമുക്ക് ജനറലി. അത് ഇപ്പൊ ആരാണെങ്കിലും ശരി, ഇപ്പൊ നോർത്തിൽ നിന്ന് വന്ന് ഇവിടെ പണിയെടുക്കാൻ വന്ന ആൾക്കാരല്ലേ, അപ്പൊ അവര് പുട്ടുപോലെ മലയാളം പഠിക്കില്ല, അതുപോലെ തന്നെ. ഞാൻ ആക്ച്വലി കോളേജ് ചെന്നപ്പോ ഞാൻ മെയിൻ തിങ് വിച്ച് ഐ വാണ്ടഡ് ടു ഡു വാസ് ടു ലേൺ തമിഴ്. അപ്പൊ ഞാൻ നമ്മുടെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾക്ക് എഴുതി കൊടുത്തു ഒരു പയ്യന്. എന്നിട്ട് ഐ വാസ് ടെല്ലിങ് ഹിം ദിസ് ഇസ് ദിസ് പർട്ടിക്കുലർ ലെറ്റർ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തമിഴ് എല്ലാം എഴുതി താന്നു. ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് വേർഡ്സ് ഔട്ട് ഓഫ് ഇറ്റ്. വെരി വെരി ഗുഡ് എഫേർട്ട്. സോ ഇപ്പൊ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. ഞാൻ ചുളുവിൽ പഠിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാം, പക്ഷെ നടക്കുന്നില്ല. ആ തെലുഗുവിൽ പാടിയതൊന്ന് പാടാവോ? കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. തെലുഗുവിൽ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. തേജമേ റഹ്മാനേ നാ തേജമേ റഹീ, തേജമേ റഹ്മാനേ നാ തേജമേ റഹീ, యాడున్నావో యాడున్నావో గుండె తడవగవానైపో, గుండె తడవగవానైపో, యాడున్నావో యాడున్నావో గుండె తడవగవానైపో, గుండె తడవగవానైపో, ఉప్పేలేని కన్నీరులికి, ఉప్పేలేని కన్నీరులికి ఆవిరి పెదవుల తాకగరా. It goes like that. ആക്ച്വലി നിങ്ങൾ ഈ മലയാളത്തിൽ ജിതിൻ പാടിയേക്കുന്ന മറ്റൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? പുന്നമടക്കായൽ എന്നൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് എം ജയചന്ദ്രൻ സാറിന്. ദെൻ കാറ്റത്തൊരു മൺകൂട്. ഞാൻ പാടിയത് വളരെ കുറച്ച് പാട്ടുകളാണ് മലയാളത്തില്, ലൈക്ക് വെരി ഫ്യൂ. ഫസ്റ്റ് ഞാൻ പാടിയത് വിദ്യാസാഗർ സാറിനായിരുന്നു. മേക്കരയിൽ തിരയടിക്കണം എന്ന് പറഞ്ഞിട്ട് മറിയമുക്കിലൊരു പാട്ട്. then തോപ്പിൽ ജോപ്പൻ, then മുന്തിരിവള്ളികൾ. ഇതിൽ പെട്ടെന്ന് പാടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടുന്ന ഒരു മലയാള പാട്ട് ആണ്, ഒന്ന് പാടുമോ? വൈൻഡ് അപ്പ് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ജോളി സോങ്ങിൽ വൈൻഡ് അപ്പ് ചെയ്യാം. പുന്നമടക്കായൽ ഈ കുട്ടനാടൻ കായൽ, രാമങ്കരി കണ്ണങ്കരി ചേന്നങ്കരി ചാത്തങ്കരി, തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ടേ, പുന്നെല്ലുകൾ കൊണ്ടുവാ താമര പെണ്ണാളെ, പൂമാരനെ കണ്ടുവോ കാവിനരികെ, മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമടക്കായൽ. പക്ഷെ വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോഴാ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്താണ്? നിങ്ങൾ രണ്ടുപേരുടെ ഒരു പാട്ട് പാടി കേൾക്കണം. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോളം,
കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ. ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനയുമ്പോൾ ദിത്തന ദിത്തന ദിരന ദീം ദിരന ദിത്തന ദിത്തന ദിരന. അപ്പൊ ഏതായാലും ഗംഭീരമായിട്ട് പെരിയോനെ വളരെ ഗംഭീരമായിട്ട് അങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു. സിനിമയും വളരെ ഗംഭീരമാവും, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹിറ്റ് ഉറപ്പുള്ളൊരു കാര്യമാണ്. എല്ലാരെ പോലെയും ഞാനും വളരെ ക്യൂരിയസ് ആണ് എങ്ങനെയാണ് പടം, ആ വായിച്ച കഥ എങ്ങനെയാണ് വിഷ്വലായിട്ട് വരാൻ പോകുന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോണ ബി എ മാസ്റ്റർ പീസ്, ട്രസ്റ്റ് മീ. അത്രയും കാലത്തെ ഒരു വർക്കാണത്, നമുക്ക് പറയാനേ പറ്റുള്ളൂ. സോ ദേ ആർ ദ പീപ്പിൾ ഹു സ്ട്രഗിൾ ഫോർ ഇറ്റ്. സോ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും ഫോർ ഷുവർ, ഫ്രം ദ വിഷ്വൽസ് ആൻഡ് ഓൾ. ഡെഫിനറ്റ്ലി അപ്പൊ ആ ഒരു ആടുജീവിത മാജിക്കിനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാം ഗംഭീരമാവട്ടെ. ജിതിന്റെയും പൂർണ്ണശ്രീയുടെയും ഒരു മ്യൂസിക്കൽ കരിയറിന് ഇതൊരു എന്താ പറയാ, ഇതൊരു തുടക്കമാകട്ടെ. ഇനി ഗംഭീരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.